പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ നമ്മുടെ അടക്കാക്കുണ്ട് ഹിമയുടെ ഒരു വിവരങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയെന്നുള്ള ഒരു കാര്യങ്ങൾ അറിയാൻ വേണ്ടിങ്ങാണ്ട് ഇന്ന് ഹിമയുടെ എല്ലാ വിവരങ്ങളുമായിട്ട് നമുക്ക് ഉസ്താദ് സലാം ഫൈസിയോട് ഇതിൻ്റെ വിവരങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് ഹിമ പോകുന്നത്, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ, എത്ര ഡയാലിസിസ് ചെയ്യുന്നുണ്ട്, എത്ര ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള വിവരങ്ങളുമായി ഞാനൊന്ന് അതിൻ്റെ ഉള്ളിൽ കയറി സലാം ഖാനോട് അല്ലെങ്കിൽ ആരാളുള്ളത് വെച്ചാൽ അവരോടൊന്ന് ചോദിക്കാം. സലാംക്കയാണോ ഇനി ഫരീദ് റഹ്മാൻ ഉസ്താദ് ആരാ എന്നറിയില്ല. എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് അന്വേഷിച്ച് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഹിമൻ്റെ കോമ്പൗണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇവിടെ പല പരിപാടികളും വന്നുകാണ്ട് ബാച്ചായിട്ടായാലും ഇപ്പോൾ 96-97 SSLC ബാച്ച് ലഞ്ച് ബോക്സിൻ്റെ ബാച്ചാണ് ഞാൻ അടക്കം ഇവിടെ വന്നിട്ടുണ്ട് ആ ഒരു പരിപാടിക്ക്. എന്നാൽ ഇപ്പോൾ വന്നപ്പോഴും ഇവിടെ ഒരു പരിപാടിയും പ്രോഗ്രാമും എന്താ നമുക്കറിയില്ല, പക്ഷെ അത് ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഒരു ഹിമ ഒരുപാട് ആളുകൾക്ക് പ്രയോജനമായിട്ടുള്ള അല്ലെങ്കിൽ തണലേകുന്ന ഈ ഒരു പ്രസ്ഥാനം എന്താണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് ഹിമയുടെ മാനേജറാണ് നമ്മുടെ സലാംക്ക, ഇരിങ്ങാട്ടറിക്കാരനാണ്. ഞാൻ 2 ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. നമ്മുടെ ഇരിങ്ങാട്ടറി ആ ഓവ് ചാല് ആയിട്ട് 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ വന്നപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ സലാംക്ക എങ്ങനെയാണ് ഇത് നമ്മൾ ഈ മുന്നോട്ട് ഇവിടെ ഹിമ എങ്ങനെയാണ് സംഭവം? ഹിമ പിന്നെ 2014 തറക്കല്ലിട്ട് 17 ഉദ്ഘാടനം ചെയ്ത് ഇന്നിപ്പോൾ 6-7 വർഷം കഴിഞ്ഞു. വളരെ പിന്നെ സാമ്പത്തികമായി ഞങ്ങൾക്ക് മൂലധനമൊന്നുമില്ല. അഭിനന്ദനായ എ പി ഒപ്പാജി നൽകിയ സ്ഥലം അഭിനന്ദനായ ഫരീദ് റഹ്മാനി പിന്നെ മറ്റു ഞങ്ങളുടെ ഡയറക്ടർ ബോർഡും ഒക്കെ ത്യാഗപരിശ്രമങ്ങളിലൂടെ കേരളത്തിലെ പുറത്ത് വിദേശങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ ഒക്കെ പോയി തുടക്കത്തിൽ ഞങ്ങൾ KMCCയുടെ ഒക്കെ വല്ലാത്ത സഹായത്തോടെ കൂടിയാണ് ഞങ്ങൾ ഇത് പടുത്തുയർത്തിയത്. എ പി ഒപ്പാജിയുടെ ആ ഇനീഷ്യൽ സ്റ്റേജിലുള്ള സാമ്പത്തിക സപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ഭൂമിയും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു 3-4 വർഷങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. 17 മഹാനായ പണക്കാട് സെയ്ദ് ഹൈദരലി ശാബ്ദങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് കേരളത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതരും രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളൊക്കെ ഉൾക്കൊള്ളുന്നു. പിന്നീട് ഞങ്ങൾ തിരിഞ്ഞു നോക്കാതെ ബഹുജനങ്ങളുടെ വലിയ പിന്തുണയോടുകൂടി 300ഓളം ആളുകളെ ഏറ്റെടുക്കാൻ കഴിഞ്ഞു. തെരുവിൽ നിന്ന് 200 ചില്ലാനം 300ന്റെ അടുത്ത ദിവസം വരെ ഈ കാലങ്ങളായിട്ട് ഇത്രയും കാലമായിട്ട് 7 വർഷത്തിനിടയിൽ അതിൽ 65 ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സ്ഥാപനത്തിൽ വെച്ച് മരിച്ചിട്ടുണ്ട്. കുറെ ആളുകളെ ഞങ്ങൾ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും കരുവാരകുണ്ടിന്റെയും കാളികാവിന്റെയും തുവൂരിന്റെയും ചോക്കാടിന്റെ ഒക്കെ ഇടയിലുള്ള പ്രാന്തങ്ങളിലുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ജില്ലക്ക് പുറത്തുള്ളവരുണ്ട്, സ്റ്റേറ്റ് ഇല്ല, ഈ സ്റ്റേറ്റിനുള്ളിൽ തന്നെ ഉള്ളവരുണ്ട്. നമ്മുടെ സന്നദ്ധ സംഘടനകള്, മഹല്ല് കമ്മിറ്റികള്, രാഷ്ട്രീയ പാർട്ടികള്, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ്, ഇവരൊക്കെ ഞങ്ങളെ ഏൽപ്പിക്കുന്ന ആളുകളാണ് ഇവിടെ ഉണ്ടാകുന്നത്. തികച്ചും നിയമപരമായി അഥവാ ലൈസൻസ് സംഘടിപ്പിച്ച ശേഷം തുടങ്ങിയ ഒരു സ്ഥാപനമാണിത്. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ 100 ആൾക്കുള്ള ലൈസൻസ് സ്ഥാപനത്തിനുണ്ട്. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി സെന്ററിന്റെ ലൈസൻസ് ഉണ്ട്, ഡയാലിസിസ് സെന്റർ ഉണ്ട്. ഇപ്പോൾ ഡയാലിസിസ് സെന്റർ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നു. ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത് ഞങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എ പി ഒബേജി മരിക്കുന്നതിന് മുമ്പാണ്. അന്ന് നമ്മളെ കിഴക്കനേറനാടില് ചുങ്കത്തറ ഒരു സ്ഥലത്തൊഴിച്ചാൽ പിന്നെ ജില്ലാ ആശുപത്രി നിലമ്പൂര് മെഷീൻ ഉണ്ട്, ചിലപ്പോൾ ഉണ്ടാവൂല ഈ രീതിയിൽ. പിന്നെ മേലാറ്റൂർ ഈ ഏരിയയിലവിടെ ഇല്ല. അപ്പൊ വൃക്ക തകരാറായ നമ്മുടെ ഒരുപാട് സഹോദരന്മാർ, പ്രത്യേകിച്ച് എന്റെ നാട് കരുവാരകുണ്ടാണല്ലോ, കരുവാരകുണ്ടിലൊക്കെ ധാരാളം അതൊരു വലിയൊരു ഇഷ്യൂസ് ആയ സമയം. അതായത് ഇപ്പൊ ഇന്നലത്തെ കണക്കനുസരിച്ച് ഒരു മാസത്തിൽ 5 കേസ് ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട്. അതിങ്ങനെയുള്ള ആ ഒരു ഇഷ്യൂസ് വന്നപ്പോ ഞങ്ങള് ബാപ്പുവാജി, ഫരീദ് റഹ്മാനും ഞാനത് ഞങ്ങൾ കൂടി ആലോചിച്ചപ്പോൾ വാജേരും പറഞ്ഞു നമുക്ക് എന്താ ഒരു ഡയാലിസിസ് സെന്റർ തുടങ്ങാൻ, അതിന് ഒട്ടും ചെലവ് വരുമോ. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചപ്പോ തണൽ ഗ്രൂപ്പ് അഥവാ ഡോക്ടർ ഇദ്രീസ് സാറിന്റെ നേതൃത്വത്തിലുള്ള തണലുമായി അറ്റാച്ച് ചെയ്ത് നമ്മളെ കരുവാരകുണ്ടിലെ OPL എടുത്തു പറയേണ്ട ഒരാളാണ്. OPL മേഖലയിൽ പ്രവർത്തിക്കുന്ന സേവനങ്ങൾ വലിയ നിസ്തുലമാണ്. അപ്പൊ അദ്ദേഹം ഞങ്ങളൊക്കെ പാടെ ഒരുമിച്ച് തണലിൽ പോയി സംസാരിച്ചപ്പോ 4 മെഷീൻ തരാന്നൊക്കെ പറഞ്ഞപ്പോ ആ ധൈര്യത്തിന് ഞങ്ങൾ ശരിക്കും 1.25 കോടിയോളം രൂപ മുതൽ മുടക്ക് വരുന്ന ഒരു സ്ഥാപനത്തിൽ ഞങ്ങൾ അതിന്റെ പ്രവർത്തനം തുടങ്ങി. പക്ഷെ അതിന്റെ ഇടയിൽ ബാപ്പുവാജി മരിച്ചുപോയി. എങ്കിലും ഞങ്ങൾ അത് പൂർത്തിയാക്കി. കൊറോണ കാലഘട്ടങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട MP ആയിരുന്ന രാഹുൽ ഗാന്ധി പാണക്കാട് സാദിഖ് അലി ശിഹാബങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് അന്ന് ഉദ്ഘാടനം ചെയ്യണ്ടേ. ഇന്ന് അൽഹംദുലില്ലാഹ് 20ഓളം രോഗികൾ ഇവിടെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 7
യൂണിറ്റ് ഉണ്ട്. അതിൽ 4 യൂണിറ്റും പിന്നെ ടണല് തന്നതും ബാക്കി നമ്മൾ ഇവിടെ സന്നദ്ധ പ്രവർത്തകർ ഓരോരുത്തർ സംഭാവന ചെയ്തു. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ഈ കഴിഞ്ഞ മാസം നമ്മുടെ ബഹ്റൈൻ KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒരു യൂണിറ്റ് പുതിയ തന്നിട്ടുണ്ട്, ഒരു ഡയാലിസിസ് മെഷീൻ. 7 മെഷീൻ ഉണ്ട്. മെഷീൻ കിട്ടിയ ഇനി നമുക്കിപ്പോ ഇനി ഇവിടെ അല്ല, ഇനി മെഷീൻ ഇടാൻ ഇനിയും സൗകര്യം. പക്ഷെ അതിന്റെ മെയിന്റനൻസ് തുടർ പ്രവർത്തനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ. കാരണം ഒരു രോഗി ഒരു മെഷീനിൽ 2-3 ആള് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അതിന്റെ സാമ്പത്തികമായ അതിന്റെ പ്രോസസ്സിൽ വരുന്ന സാമ്പത്തിക ചെലവുകൾ ഭയങ്കരമാണ്. ഈ ചെലവ് ഫുള്ള് ഇപ്പൊ ഈ കഴിഞ്ഞ ആഗസ്റ്റ് തൊട്ട് നമ്മൾ പൂർണ്ണമായും നമ്മൾ സൗജന്യമാണ്. ഇതിനിടയ്ക്ക് പകുതി പൈസ വാങ്ങിയിരുന്നു, പകുതി പൈസ ഈടാക്കിയിരുന്നു. പക്ഷെ ഇത് പുണ്ണാക്ക് കാട്ടുന്ന രീതിയാണ്. കാരണം ഇവരെ തന്നെയാണല്ലോ ഈ കൊണ്ടുവരുന്നത്, ഇവരെ തന്നെയാണല്ലോ ഇടങ്ങാറാകുന്നത്. അപ്പൊ അത് ആലോചിച്ചപ്പോൾ നമ്മളൊന്ന് സൗജന്യമാക്കി നോക്കുക, ഇല്ലെങ്കിൽ നമുക്ക് അവരോട് പറയാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ച് പൂർണ്ണമായും ഇപ്പോൾ സൗജന്യമായാണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പുതിയ സിസ്റ്റം തുടങ്ങിയിട്ടുള്ളത്, ഒരു ഡയാലിസിന് ഒരാൾ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ 1000 റുപ്യ 1000 റുപ്യ ഒരാൾ തന്നാൽ ഒരു ഡയാലിസിസ് ചെയ്തു കൊടുക്കുക. അങ്ങനെ ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് വർഷത്തിൽ ഇത്ര ഡയാലിസിസ് വരച്ചാൽ അത്രയും നമുക്ക് സമാഹരിക്കാൻ കഴിയുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ ഡയാലിസിസ് സ്ഥാപനങ്ങളെ നമുക്ക് പൂർണ്ണ സൗജന്യമായി തന്നെ തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കും. സാമ്പത്തികമായിട്ട് വളരെയധികം, കാരണം ഇത്രയും അനാഥരാരില്ലാത്ത ആളുകളെ സംരക്ഷിച്ച് ഇതുപോലത്തെ ഒരു ഡയാലിസിസ് സെന്ററും തുടങ്ങിയിട്ട് അത് മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിൽ തന്നെയാണ്, പ്രതിസന്ധിയിലാണ്. അപ്പോ ഇതിപ്പോ പറഞ്ഞത് നമ്മുടെ സലാം ഉസ്താദ് പറഞ്ഞത്, ഡയാലിസിന് 1000 രൂപ ഡയാലിസിസ് ബാങ്ക് എന്ന രീതിയിൽ ഒരു ഇത് തുറക്കുന്നുണ്ട്. അതിലേക്ക് ഞങ്ങൾ സംഭാവന നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഉപകാരമായിരിക്കും. നിർധന രോഗികളെ അവരെ ഇൻസൾട്ട് ചെയ്യാതെ തന്നെ നമുക്ക് അവർക്ക് പൂർണ്ണമായും സൗജന്യമായി നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. ഇവിടെ ഇപ്പോ ഞാനിത് ഈ ബൈറ്റ് നൽകുന്നതിന് തൊട്ട് മുമ്പ് അവിടെ വന്ന 2 ആളുകൾ ഒരു എൻക്വയറിക്ക് വന്നാണ്. അവരുടെ ഒരാള് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാണ്, അവിടെ ഡയാലിസിസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലെ അന്വേഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ 7 യൂണിറ്റിനെ നമുക്ക് 3 ഷിഫ്റ്റ് ആക്കണമെങ്കിലും 2 ഷിഫ്റ്റ് ആണെങ്കിൽ തുടരാനും ഒക്കെ നമുക്ക് സാമ്പത്തികമായ പിന്തുണയാണ് ഏറ്റവും വലിയ ആവശ്യമായിട്ടത്. കെയർ ഹോം അൽഹംദുലില്ലാ 10-50ഓളം ആളുകളുണ്ട്. കിടപ്പ് രോഗികള് ആണ് അധികവും, ബാക്കിയുള്ളവരുണ്ട്. അവർക്ക് പിന്നെ ജാതി മത ഭേദമില്ലാതെ എല്ലാവരെയും ഒരുപോലെ സംരക്ഷിക്കുന്ന, മതകീയമായ ഒരു വിവേചനവും ഇല്ലാത്ത തികച്ചും സെക്കുലറായ നല്ല ഒരു രീതിയിലാണ് നമ്മൾ പരിപാലിക്കുന്നത്. ഭക്ഷണവും വസ്ത്രവും ഹൈജനിക്കായ രീതിയിലുള്ള സ്ഥാപനം എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റും. വളരെ ഏറ്റവും വൃത്തിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള ഭക്ഷണം, വസ്ത്രം, ചികിത്സയാണ് ഏറ്റവും വലിയ. ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോ പെട്ടെന്ന് ചികിത്സ എങ്ങനെ ഡോക്ടർമാരെ ഇവിടെ ഇവിടെ നമുക്ക് സ്ഥിരമായി നമ്മുടെ പിന്നെ തിരുവാലി പിന്നെ കമ്മ്യൂണിറ്റി സെന്ററിലുള്ള ഡോക്ടർ ഉണ്ട്, കളിയവാരനാണ് നമ്മൾ മുനീർ ബാബു. ഈ ഹിമയുടെ തുടക്കം തൊട്ട് ഹിമയുടെ പ്രവർത്തകനാണ് അദ്ദേഹം. വളണ്ടറിയായി വളരെ സേവന സന്നദ്ധനായി ഇവിടെ കൂടെ ഉണ്ട്. അതിന്റെ പുറത്ത് IMA-യുടെ ഡോക്ടർമാർ നമ്മളോട് സഹകരിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ പിന്നെ പരിരക്ഷയുടെ സർക്കാർ ആശുപത്രിയിലെ പരിരക്ഷയുടെ ആളുകൾ, പിന്നെ ഗവൺമെന്റിന്റെ തന്നെ ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർമാര്, ഹോമിയോ ഡിസ്പെൻസറി ഡോക്ടർമാർ, അവരൊക്കെ ചേർന്ന് എല്ലാ മാസവും അവർ അതിനുള്ള പിന്നെ കൃത്യമായി നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണങ്ങൾ ഇപ്പോ ഇവിടെ ഒരു ടീം വന്നിട്ടുണ്ടല്ലോ, അതായത് ഇങ്ങനെ ഓരോ ബാച്ചുകളായിട്ട് സ്കൂളുകള്, കോളേജുകള്, സന്നദ്ധ സംഘടനകൾ ഇവരൊക്കെ ഇവിടെ സന്ദർശിക്കാൻ വരികയും അതോടൊപ്പം അവരുടെ സാമൂഹ്യ സേവനങ്ങളുടെ പിന്നെ ഭാഗമായിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ചോദിച്ച് ഇവിടെ എപ്പോഴും വരാറുണ്ട്. പ്രോഗ്രാമുകൾ, നാം കൾച്ചറൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കും. ഫറൂഖ് കോളേജിൽ നിന്ന് വരെ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിംസിന്റെ പിന്നെ നഴ്സിംഗ് പിന്നെ കോളേജിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജുകളിൽ നിന്ന് വരാറുണ്ട്, തേഞ്ഞിപ്പലത്ത്. അങ്ങനെ പല ഇത്തരം സ്ഥാപനങ്ങൾ അന്വേഷിച്ച് വരാറുണ്ട്. സന്നദ്ധ സേവകർ ബസ്സൊക്കെ എടുത്ത് ഇവിടെ വരാറുണ്ട്. അങ്ങനെയൊക്കെ വരുന്നവർ നമുക്ക് വലിയ നിസ്സീമമായ സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതോടൊപ്പം ഇവരെ ആനന്ദിപ്പിക്കാൻ പറ്റുന്ന പ്രോഗ്രാമുകൾ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പൊ ഇന്ന് പ്രോടെക് എന്ന് പറഞ്ഞ ഒരു അക്കാദമിയുടെ കുട്ടികളും അധ്യാപകരൊക്കെയാണ് വന്നിട്ടുള്ളത്. മേലാറ്റൂര് കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടാകും, അവരെ വക ഭക്ഷണം ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇപ്പൊ ഒരു നേരത്തെ ഭക്ഷണം, അത് ഒരു ദിവസത്തെ ഭക്ഷണം, അത് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാന്നുള്ളത്. നമ്മള് ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ കൊടുക്കുകയാണെങ്കിൽ ആ സ്പെഷ്യലിലെ കാശും വരുന്നവർക്ക് എന്നുള്ള ഒരു അനുപാതം വെച്ചൊരു സംഖ്യ പറയും നമ്മള്. അപ്പൊ അത് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നമ്മള് ബ്രോഷറിൽ അത് സ്പെഷ്യലിന് ഇത്രയും, നോർമലിന് ഇത്രയും എന്നൊക്കെ രേഖപ്പെടുത്തി നമ്മൾ കൊടുത്തിട്ടുണ്ട്. പൊതുവെ നമ്മളിപ്പോ ഒരാളൊരു വ്യക്തി ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ
ഒരു ദിവസത്തിന് സ്പെഷ്യൽ ഒരു നേരത്തെ സ്പെഷ്യലോട് കൂടിയാണ് 15,000 രൂപ. 15,000 രൂപ. അത് രാവിലെ ചായ, പിന്നെ 8-8:30 നാസ്ത, ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്ക് ഊണ്, വൈകിട്ട് പിന്നെ ചായ, പിന്നെ രാത്രി ഭക്ഷണം, 5 നേരം ഭക്ഷണം. ഈ ഭക്ഷണമൊക്കെ ഫുള്ളത് ഇത് തന്നെ. എല്ലാ രോഗികളായതുകൊണ്ട് 2-3 തരം ഭക്ഷണം വേണ്ടി വരും. എല്ലാ ഭക്ഷണവും ഇവിടെ അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. അങ്ങനെയാണ്. നമ്മുടെ സലാംഖാനെ കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. കാരണം പ്രത്യേകിച്ച് കരുവാരകുണ്ട്, കാളികാവ്, തൂര്, മേലാറ്റൂർ മേഖലയില് പിന്നെ പ്രവാസി സംഘടനകളിൽ ഞാൻ കണ്ടറിഞ്ഞോളാം. കാരണം ഞാൻ ഈ ഒരു മേഖലയിൽ വന്നപ്പോൾ ഓരോരോ പ്രോഗ്രാമിലൊക്കെ സലാംഖാനെ കണ്ടിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും സലാംഖാന്റെ നമ്പറാണ് ഞാൻ അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താ വെച്ചാല് നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പൊ എന്റെ നാട്ടിലെ ഐഷാത്ത, അത് പുൽവട്ട കാര്യങ്ങളോട് 38 എത്രയുള്ളൂ ഇവിടെ? 3-4. അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്ക മരിച്ചുപോയി, അദ്ദേഹവും ഇവിടെ ഉണ്ടായിരുന്നു. തലയാട്ടി ഹംസ എന്നാണ് പേര്. മരിച്ചുല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾക്ക് ഒരു താങ്ങും തണലായി നിൽക്കണ നമ്മുടെ ഹിമയിലെ എന്തെങ്കിലും ആവശ്യങ്ങൾ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ. ഞാനിതിലെ പോയപ്പോ എന്തായാലും ഇവിടെ കാരണനിധി വന്നപ്പോഴാണ്. കാരണം എനിക്കത് നമ്മുടെ ഓരോരോ വീഡിയോ നമ്മൾ ഇടുമ്പോഴും വിവരങ്ങൾ നൽകുമ്പോഴും എന്റെ ശരി വിവരങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ ഒരു വീഡിയോ കൊടുത്തില്ലെങ്കിൽ അതെനിക്ക് വലിയൊരു സങ്കടം എന്നുള്ള നിലക്കാണ് ഇന്ന് ഞാനിപ്പോൾ ഇതിൽ പോന്നപ്പോൾ ഒന്ന് കയറിയത്. എന്തായാലും സലാംഖാന്റെ നമ്പർ ഈ കൊടുത്തിട്ടുണ്ട്. സലാം ഫൈസി അദ്ദേഹത്തിന്റെ നമ്പറാണ് അടിയിലുള്ളത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കുക. ഫുഡ് കൊടുക്കണമെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിക്കണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഡയാലിസ് സെന്ററിന് ആർക്കെങ്കിലും സംഘടനകളായിട്ടോ ഇനി അതല്ല വ്യക്തിപരമായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ നമ്പറിൽ ബന്ധപ്പെടുക. എന്തായാലും നമ്മൾ ചെയ്യുന്ന ഈ ഒരു സഹായം, ഇവിടെ കിട്ടുന്ന ഈ ഒരു സഹായം എന്തായാലും അത് എവിടേക്കും പോകൂല. അത് ഇതുപോലത്തെ അർഹതപ്പെട്ട ആളുകളിലേക്ക് തന്നെ എത്തണം എന്നുള്ള ഒരു വിവരം. കാരണം 7 കൊല്ലം 7 കൊല്ലത്തോളം ഈ ഒരു സ്ഥാപനം പോയി നിൽക്കണം. എന്തായാലും ഇങ്ങനത്തെ ഒരു സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ അത്യാവശ്യമാണ്. ഇത് എല്ലാ സംഘടന സഹായിക്കുന്നുണ്ടെങ്കിലും സാമ്പത്തികം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതും കൂടി ഞാൻ നിങ്ങൾ ഉൾക്കൊള്ളിക്കും. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോരുമ്പോഴേ ഇവിടെ കുറേ വീടുകളുണ്ട്. ഇത് നമ്മളിങ്ങനെ കണ്ടു എന്നല്ലാതെ എങ്ങനെ എന്താന്നുള്ളത് അറിയില്ല. എന്തായാലും ഉസ്താദ് ഒപ്പം നമ്മളിപ്പോൾ ഉണ്ട്. ഇതെങ്ങനെ ഉസ്താദ് ഈ വീട്? നമ്മള് ഹിമ എന്ന ആശയത്തെ രൂപപ്പെടുത്തുന്ന സമയത്ത് ഒരുപാട് പിന്നെ ആളുകളെയും പാർപ്പിക്കുന്ന ഒരുപാട് കെയർ ഹോമുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കെയർ ഹോമിലൊക്കെ ഉള്ള രീതിയെ ഒന്ന് മാറ്റി പുനരാവിഷ്കരിച്ചതാണ്. ഒരു ഹോം ഫീൽ കിട്ടുന്ന രീതിയിൽ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും? കാരണം ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ആകുമ്പോൾ ഡിസ്ചാർജ് കൊതിക്കും മനുഷ്യൻ. ഇവർക്ക് മരണം വരെ ഡിസ്ചാർജ് ഇല്ലല്ലോ. അപ്പൊ നമ്മള് ഒരു വീട് ഫീൽ ചെയ്യാൻ വേണ്ടി, അപ്പൊ സമപ്രായക്കാരായ ആളുകൾ ഒക്കെ ആണെങ്കിൽ കാറ്റഗറൈസ് ചെയ്ത് ഒരേ സമാന മനസ്കരൊക്കെ ഒരു വീട്ടിൽ പാർപ്പിക്കുമ്പോൾ അവർക്ക് തമാശ പറയാനും അവരുടെ ഒരു സ്വകാര്യത സൂക്ഷിക്കാനൊക്കെ ഒരു ഹോം ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വീടുകളാക്കുക എന്നുള്ള ഒരു ആശയം വെച്ചപ്പോഴാണ് നമ്മളെ KMCC പ്രവർത്തകരും അതുപോലെ കുറെ ആളുകളെ അതിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ നമുക്ക് 5-6 വീടുകൾ അപ്പൊ തന്നെ ആ തുടക്കത്തിൽ തന്നെ നമുക്ക് പണിയാൻ കഴിയും. 6 പൂക്കളെ പേരില്ല, റോസ്, ലോട്ടസ്, ജാസ്മിൻ. 6 പൂക്കളെ പേരിലാണ്. തലക്കുന്ന അവിടെ നിന്നിട്ട് റോസ്, ലോട്ടസ്, ഓർക്കിഡ്, ലില്ലി, ഐറിഷ്, ജാസ്മിൻ, ഇങ്ങനെ ഓരോ പേരുകളിലാണ്. ഇതിലിപ്പോ എങ്ങനെ പ്രത്യേകിച്ച് ആളുകളെ എങ്ങനെ താമസിക്കണോ? ഇല്ല, ഇതിൽ എങ്ങനെ വെച്ചാൽ നമ്മൾ പിന്നെ 2 തരത്തിലെ ആളുകളെ, ഒന്ന് ഇപ്പൊ നമ്മളെ ക്ലിനിക്ക് മാതിരി ഇപ്പൊ പിന്നെ അവിടെ നിങ്ങൾ കണ്ടേ പിന്നെ ഹോസ്പിറ്റൽ രീതിയിൽ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നിടത്തുനിന്ന് റിക്കവർ ചെയ്ത് വരുന്നവർക്കൊക്കെ ഒരു മാറ്റത്തിന് വേണ്ടി അവർക്കൊരു വീട്ടിലേക്ക് ആക്കിയതുപോലെ തോന്നാൻ വേണ്ടിയിട്ട്. പിന്നെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് അവരൊരു വീട്ടിൽ താമസിക്കുന്ന പോലെ സമാന മനസ്കരൊക്കെ ചേർത്ത് ഓൽക്കും തന്നെ കമ്പനി ആക്കിയിട്ടൊരു വീട് കൊടുക്കുമ്പോൾ ഒരു 6 ആൾക്കൊക്കെ ഒരു വീട് അല്ലെങ്കിൽ 5 ആൾക്കൊരു വീട്ടിലൊക്കെ താമസിക്കാം. 2 ബാത്റൂം, 2 ബെഡ്റൂം, ഒരു ലോഞ്ച്, ഒരു സിറ്റ് ഔട്ട്, ഇങ്ങനെയുള്ള പിന്നെ അതാണ് ഇതിന്റെ പ്ലാന്. 2 റൂമുണ്ട്, 2 ബാത്റൂം, 2 ബാത്റൂം. ഫാമിലി ആയിട്ട് ഇപ്പൊ ഫാമിലി ഇല്ല ഞാൻ ചോദിക്കണതല്ല. ഇപ്പൊ ഇവിടുത്തെ ഇവരെ അങ്ങനെ അവരെ മിംഗിളിപ്പിച്ച് നമ്മള് അവർക്കായിട്ട് ഒരു ഇന്നോലേക്ക് ഒരുമിച്ചാക്കാന്ന് നമ്മൾ കണ്ടെത്തും. അങ്ങനെ ആക്കിയതല്ലേ. എത്രയെന്ന് പറഞ്ഞ 6 അപ്പൊ ഇതാണ് ആ വീട്. കണ്ടോളൂ. നമ്മളത് ഇങ്ങനെ ഇന്നാളും ഇതേമാതിരി നമ്മൾ 8 വർഷത്തിന്റെ സംഭവം എങ്ങനെയാന്നുള്ളത് അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ പ്രകൃതി സുന്ദരമായ രീതിയിലായിട്ടില്ലേ അവിടെ പണികള്. ഇത് ഇന്നത്തെ ഗസ്റ്റിന് ഭക്ഷണത്തിനുള്ള സ്ഥലമാണ്. അത് നമ്മളിവിടെ സ്ഥിരമായിട്ട് വരുന്ന എല്ലാവർക്കും ഉണ്ടോ? ഗസ്റ്റ് ഇങ്ങനെ തന്നെ കൊടുക്കണേ? അവര് ഗസ്റ്റിന് ഭക്ഷണം ആവശ്യമാണെങ്കിൽ അതുപോലെ സ്പോൺസർ ചെയ്യണമല്ലോ.
അപ്പൊ അവർക്ക് നമ്മളിവിടെ മുറ്റത്ത് അവരെ മറ്റവർക്ക് കൊടുക്കുന്ന സമാന്തരമായിട്ട് തന്നെ ഒപ്പം ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സൗകര്യം അതിനാണ് ഇവിടെ നമുക്ക്. പിന്നെ പലപ്പോഴും ഈ മരണാനന്തര ചടങ്ങുകള്, കല്യാണ ചടങ്ങുകള്, അതിനൊക്കെ വരുമ്പോൾ കുറെ ആളുകൾ കൂടുതലുണ്ടാവും. അപ്പൊ ഞങ്ങൾ അതിനെ അവരെ അക്സെപ്റ്റ് ചെയ്യലാണ്. കാരണം അവര് വന്ന് കണ്ടോട്ടെ, കൂട്ടത്തിൽ ഇവരെ കൂടെ ഭക്ഷണം കഴിക്കുക. അപ്പൊ നമുക്ക് ഭക്ഷണത്തിന് ഒരു സാമ്പത്തിക സഹായം കിട്ടും. അതിനോടൊപ്പം പിന്നെ ഒരുപാട് ആളുകൾ നമുക്ക് സ്ഥാപനം പരിചയപ്പെടുത്താനാവുന്നതാണ്. നൈസാണല്ലേ? അത് എത്ര ജോലിക്കാർ എങ്ങനെയാണ് ഇവിടെ? ഡയാലിസും ഫിസിയോതെറാപ്പി യൂണിറ്റിലും കെയർ ഹോമിലടക്കം 20 ആളുകൾ ജോലിക്കാരുണ്ട്. 20 ജോലിക്കാരുണ്ട് മൊത്തത്തില്. പിന്നെ നിങ്ങള് ദിവസം ഉണ്ടാവും? ഞാൻ എല്ലാ ദിവസവും രാവിലെ എത്തും. പിന്നെ ദിവസം രാവിലെ എല്ലാ ദിവസവും വരും. പക്ഷെ മൂപ്പര് വളരെ തിരക്കുള്ള ആളാണ്. മൂപ്പര് 9 മണിക്ക് ഒക്കെ അത് പോകും. ഞാൻ അടിയന്തരമായി എന്തുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടാളും തന്നെയാണ്, റഹ്മാനിയും ഞാനും തന്നെയാണ് കൈകാര്യം ചെയ്യുക. ഏത് പാതിരാവാണെങ്കിലും ഞങ്ങൾ ഉണ്ടാവും. ഒരു 5 മിനിറ്റ് കൊണ്ടെത്തും, ഞാൻ 20 മിനിറ്റ് കൊണ്ടെത്തും, എന്ത് സംഭവിച്ചാലും. ഇനിയിപ്പോ ഇവിടെ 3 വാർഡുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്ന് നമ്മള് ക്ലിനിക്കിലുള്ള 2 വാർഡ്. അതിലിപ്പോ പൂർണ്ണമായും കിടപ്പ് രോഗികളും മെന്റലി ഫിസിക്കലി ഡിസബിലിറ്റി ഉള്ള ആളുകളൊക്കെ ചേർന്ന് കിടപ്പ് രോഗികൾക്കും അല്ലാത്തവർക്കുള്ളതാണ്. അവിടെ നഴ്സിംഗ് പരിചരണം 24 മണിക്കൂറും ലഭിക്കണം. 24 മണിക്കൂർ. ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ള ഒരു വാർഡാണ്. ഇതിൽ അപ്പൊ നമ്മള് ആ ഒരു വാർഡൊക്കെ കയറി നോക്കാം. പുരുഷന്മാരുടെ വാർഡാണ്. ഭൂമിയുള്ളവരോട് കരുണ ചെയ്യാം, ആകാശത്തുള്ളവന്റെ അനുഗ്രഹം നേടാം. വാർഡ് 3 അതിനുള്ള കയറാണ്. അതിങ്ങനെ പോകുന്നത്. എത്ര ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ഇവിടെ? 7 മെഷീനാണല്ലോ നമുക്കുള്ളത്. 2 ഷിഫ്റ്റ് ആയിട്ട് 14 വരെ ചെയ്യാം. 2 ഷിഫ്റ്റിൽ 14 പേര്. ഇപ്പൊ നമുക്ക് ഏതാനും സ്ലോട്ടുകൾ ഒഴിവുണ്ട്. കാരണം ഇപ്പൊ പുതിയ മെഷീൻ വന്നപ്പോ അപ്പൊ അതിന് നമുക്ക് ഒരുപാട് അപേക്ഷകളും ഉണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഹോസ്പിറ്റലല്ലല്ലോ, സെന്റർ ആവുമ്പോ നമ്മൾ ഈ ഫിസ്റ്റുല വെച്ചവർക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കുക. കാരണം മറ്റു സിംറ്റംസുകളൊക്കെ ഉള്ള രോഗികളാവുമ്പോൾ ഹോസ്പിറ്റലിന് അടുത്തൊരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ICU ഒന്നും ഇല്ലാത്തതുകൊണ്ടേ അങ്ങനത്തെ രോഗികൾക്ക് പരമാവധി അങ്ങനത്തെ ആളുകളെ നമ്മൾ അവോയ്ഡ് ചെയ്യലാണ് സാധാരണ. ഇനി അവർ കൂടി ചെയ്യാൻ പറ്റുമോ എന്ന് ഡോക്ടർമാർ ഒരു ഗഫൂർ ഡോക്ടറാണ് നമ്മളെ നെഫ്രോളജി ആയിട്ട് നമ്മൾ ഇവിടെ എപ്പോഴും മൗലാനിത്തെ ഗഫൂർ ഡോക്ടറെ വരുന്നത്. നമ്മള് ഡയാലിസിസ് സെന്ററിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതിലിപ്പോ ആളുണ്ടല്ലോ അവിടെ ഉണ്ട്. അതിനുള്ളിൽ കയറുന്നത് ശരിയല്ല. റിസപ്ഷൻ എടുക്കല്ലേ? ഇതാണ് അതിന്റെ ഫ്രണ്ട് ഭാഗത്തെ കണ്ടോളി. ഇവിടെ വന്നിരിക്കേണ്ട കൂടെ ഇരിക്കുന്ന ആളുകൾക്കുള്ള സൗകര്യം, വാഹന പാർക്കിങ്, അതുപോലെ തന്നെ ആംബുലൻസ് ഇവിടെ ഉണ്ട്. നമ്മളിതിനുള്ളിൽ കയറുമ്പോൾ ഇങ്ങനെ കണ്ടോളി. ഇതിന്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇത് നമ്മളന്ന് ഉദ്ഘാടനത്തിനൊരു മിന്നിച്ചൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇങ്ങനെയാണ് സംഭവം. ഇതിപ്പോ റിസപ്ഷൻ അല്ലേ? മെഷീൻ ഇപ്പൊ ഇങ്ങനെ ഇതിനുള്ളിൽ അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഉള്ളിൽ പ്രവേശനമില്ല. ഫിസിയോതെറാപ്പി ക്ലിനിക്ക്. ഫിസിയോതെറാപ്പി പുറത്തുനിന്ന് വരുന്നുണ്ടോ? പുറത്തുനിന്ന് വരുന്നുണ്ടല്ലേ? നമ്മളെ ആളുകൾക്ക് ചെയ്യുന്നതിന്റെ പുറത്തുനിന്ന് ആളുകൾക്ക് വരുന്നുണ്ടല്ലേ? ഇവിടെ ആളുണ്ടല്ലോ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതെങ്ങനെയാണ്? ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല, അവിടെ ആളുകൾ ഉണ്ടായത് കൊണ്ട് ഇങ്ങനെ സംഭവം. അപ്പോൾ നമ്മുടെ ഈ ഹിമ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കാളികാവുന്ന് അടക്കാക്കുണ്ട് റോഡാണിത്. നമ്മുടെ തൊട്ടപ്പുറത്ത് നമ്മുടെ സ്കൂളാണ്. അതുപോലെ തന്നെ അടക്കാക്കുണ്ട് ഇതിനുണ്ട് നേരെ അവിടെ പോവുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ അതിൻ്റെ ഇടയിലാണ് ഈ ഹിമയ്ക്കുള്ള വഴി. അതിവിടെ വന്നാൽ തന്നെ നമുക്ക് വലിയൊരു ബോർഡ്, ഹിമന്റെ ഒരു ബോർഡും ഇവിടെ വെച്ചിട്ടുണ്ട്. സ്കൂൾ കഴിഞ്ഞ പാടെ ലെഫ്റ്റ് റോഡായിട്ടാണ് ഹിമയ്ക്കുള്ള റോഡ് ഉള്ളത്. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക.